എന്തായാലും സർജറി ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ ആൾക്കാർ പറയും നീ അതിന് ഫുൾ സർജറി ചെയ്തോന്ന്. അപ്പോൾ എനിക്ക് KSRTCയിൽ സൗജന്യ യാത്ര വേണ്ട, പകുതി മതി. എവിടേക്കാ പോടിച്ചാൽ 200 രൂപകളുടെ ചാർജ് ആണെങ്കിൽ ഞാൻ 100 രൂപ കൊടുക്കത്തുള്ളൂ. പകുതി പെണ്ണാണല്ലോ, അങ്ങനെ ആൾക്കാർ പറയുന്നത്. അപ്പോൾ പകുതി കൺസിഡറേഷൻ കിട്ടട്ടെ എനിക്ക്. എന്തായാലും അത് ഞാൻ നേടിയെടുക്കുകയും ചെയ്യും. KSRTCയിൽ ഞാൻ പോവും, യാത്ര ചെയ്യും സൗജന്യമായിട്ട് തന്നെ. നമുക്ക് സർജറി ചെയ്ത അണ്ടിത്താത്തേ, ഈ KSRTC ബസ്സിൽ കയറുമ്പോൾ എന്നോട് കണ്ടക്ടറെ 100 റുപ്യ അധികേ ടിക്കറ്റിന് വാങ്ങുള്ളൂ, അല്ലാതെ എനിക്ക് സബ്സിഡി ആയിട്ട് 100 റുപ്യ തരികയൊന്നുമില്ല. ഈ ബ്രസ്റ്റുമേൽ 2 സിലിക്കോണും എൻ്റെ അണ്ടിയുമായിട്ടല്ല ബസ് കയറുക. ആദ്യം ഈ ബസ്സിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കഴിയുമോ നോക്ക്. ഇങ്ങനെ കൊലം കെട്ടി കയറുമ്പോഴേ എൻ്റെ കണ്ടക്ടർ ബസ്സിൻ്റെ പുറത്തായിരിക്കും കയറ്റുക. ആദ്യം നമുക്ക് ബസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ട് സബ്സിഡീനെ പറ്റി ആലോചിക്കാം കേട്ടോ. എൻ്റെ ഒരു ചെങ്ങായോ, ഇത് ആണുങ്ങൾക്കുള്ളതല്ല, ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ട് കൊണ്ടുവന്നൊരു ഓഫറാണ്. അതായിട്ട് മനസ്സിലാക്കിയാൽ മതി. ശരി എന്തായാലും.